കേരളം ഓൺലൈൻ തട്ടിപ്പുകാരുടെ പറുദീസയോ എന്നതാണ് റിപ്പോർട്ടർ ലൈവ് തോൺ ചോദിക്കുന്നത്. വ്യാജ IP മേൽവിലാസങ്ങൾ ഉപയോഗിച്ചാണ് പല സൈബർ തട്ടിപ്പുകളും. പോലീസിന്റെ വലയിൽ പലപ്പോഴും തട്ടിപ്പുകാർ കുടുങ്ങുന്നുമില്ല. സൈബർ സുരക്ഷയിലെ പിഴവുകൾ മുതലാക്കിയും പോലീസിന്റെ അശ്രദ്ധ തുണയാക്കിയുമാണ് തട്ടിപ്പുകാർ വിലസുന്നത്. ആർ റോഷിപാൽ നമുക്കൊപ്പം എത്തുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ആർ റോഷിപാൽ, ഈ അക്കൗണ്ടുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വ്യാജ IP ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നത് തന്നെ വ്യാജ രേഖകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. അങ്ങനെ ഈ വ്യാജന്മാരാണ് എന്നതുകൂടി ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി അന്വേഷണ സംഘത്തിന് മുന്നിൽ നിൽക്കുകയല്ലേ? ഈ തട്ടിപ്പിനിരയായവരിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നാമമാത്രമായ തുക മാത്രമാണ് എന്നതും ഈ പരാതിയുമായി വന്നിട്ട് കാര്യമില്ല എന്ന് കരുതി, നാണക്കേടുമാകേണ്ട എന്ന് കരുതി മിണ്ടാതിരിക്കുന്നതിലേക്ക് കുറെ പേരെയൊക്കെ കൊണ്ടുപോകുന്നുമുണ്ടാകില്ലേ റോഷിപാൽ? സുജയ പാർവതി, അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി ദുരുപയോഗം ചെയ്താണ് ഈ തട്ടിപ്പുകാർ വിലസുന്നത്. ഓരോ തട്ടിപ്പ് നടത്തുമ്പോഴും അവർ പിടിക്കപ്പെടാതിരിക്കുമ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. അവർ തട്ടിപ്പിനായി തെരഞ്ഞെടുക്കുന്നവർ അത് സമൂഹത്തിൽ അത്യാവശ്യം നല്ല നിലയിൽ ജീവിക്കുന്നവരായിരിക്കും. അവർ പരാതി നൽകില്ല. അവർ തട്ടിപ്പിനിരയാകുമ്പോൾ അവർക്ക് അപമാനം ഭയം കാരണം പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത് സാധാരണ കുറവാണ്. അതാണ് ഇവർക്ക് കരുത്തു പകരുന്നത്. മറ്റൊന്ന്, സൈബർ ഇടത്തിലെ ഈ നിരീക്ഷണത്തിന്റെ കുറവ്, സൈബർ സുരക്ഷയുടെ പിഴവുകൾ, ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ഈ സൈബർ തട്ടിപ്പുകാർക്ക് സഹായകരമായ ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട്. ഏതായാലും തട്ടിപ്പിന്റെ വാർത്തകൾ നിരന്തരം വരുമ്പോഴും തട്ടിപ്പിന് ഇവർ വീണ്ടും തയ്യാറെടുക്കുമ്പോൾ അതിന് ഇരയാകുന്നവർ അവർ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. പുതിയ ഓഫറുകളുമായി പുതിയ തരത്തിലുള്ള സാധ്യതകൾ അവർ ഉപയോഗിച്ച് രംഗത്ത് വരുമ്പോൾ ആ കുഴിയിലേക്ക് ഓരോ മലയാളികളും ചെന്ന് ചാടുന്നു എന്നതാണ് പ്രത്യേകത. ഒന്ന്, ഇത് കണ്ടെത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. കാരണം മേൽവിലാസം വ്യാജമായിരിക്കും. ഇനി ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനായി അവർ കൊടുക്കുന്ന മേൽവിലാസങ്ങൾ പോലും വ്യാജമാണ്. പലപ്പോഴായി ഇവരെ തെരഞ്ഞെത്തുമ്പോൾ അവർ ചിലപ്പോൾ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഉള്ള ആളുകൾ അവർ പോലും അറിയാതെ അവരുടെ രേഖകൾ ഉപയോഗിച്ച് അക്കൗണ്ടുകൾ തുറന്ന് ആ അക്കൗണ്ടിലേക്ക് പണം എത്തിച്ച് മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്നു. അങ്ങനെ അതിങ്ങനെ കണ്ണിയായി തട്ടിപ്പ് പോവുകയാണ് പതിവ്. ഇത് ആളെ കണ്ടെത്തുക എളുപ്പമല്ല. പോലീസിന് അത് വെല്ലുവിളിയായതുകൊണ്ട് തന്നെ ഇവർ വീണ്ടും വീണ്ടും തട്ടിപ്പ് നടത്തുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരേ സംഘം തന്നെ ആണ് തട്ടിപ്പ് വീണ്ടും വീണ്ടും നടത്തി മുന്നോട്ട് പോകുന്നത്. ഏതായാലും പരാതി കൃത്യസമയത്ത് ലഭിച്ചാൽ ഒരുപക്ഷെ പോലീസ് അത് കണ്ടെത്തുകയും പിന്നീട് തട്ടിപ്പ് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്യും. എന്നാൽ ഇതിനെക്കുറിച്ച് വലിയ അവബോധം ഉണ്ടായാൽ മാത്രമേ തട്ടിപ്പ് സംഘത്തെ കുരുക്കാൻ കഴിയുള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിദിനം തന്നെ 100 കണക്കിന് പേർ ഇങ്ങനെ നാടിന്റെ നാനാഭാഗത്തുമായി ഓൺലൈൻ തട്ടിപ്പിന് ഇരയാകുന്നുണ്ട്. ഓരോ ദിവസവും തട്ടിപ്പിന് വ്യത്യസ്ത മുഖമാണെന്ന് ഓർക്കണം. ഒരു ദിവസം ഇന്ന രീതിയിൽ തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ മറ്റൊരു ദിവസം മറ്റൊരു തരത്തിലുള്ള തട്ടിപ്പാണ് നടത്തുന്നത്. ഏതായാലും IP വിലാസമൊക്കെ വ്യാജമാണ് ഭൂരിഭാഗവും. അത് വലിയ വെല്ലുവിളിയാണ്. അതിനിടയിലാണ് ചൈനീസ് ആപ്പുകളുടെ സഹായവും ഈ തട്ടിപ്പുകാർ തേടിയിരിക്കുന്നത്. അപ്പോൾ ഈ ആപ്പുകളിലൂടെ ആപ്പിലാകാതിരിക്കാൻ മലയാളി കരുതിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ആപ്പിലാവുകയും ചെയ്യും, കയ്യിലുള്ള കാശും പോകും, നാണക്കേടുമാകും. അപ്പോൾ പെട്ടെന്ന് പണം കിട്ടുമെന്ന് കരുതി ഇറങ്ങിപ്പെടരുത്. അധ്വാനിച്ച് ജീവിക്കണം നമ്മൾ. അതോടൊപ്പം തന്നെ കൃത്യമായ നിക്ഷേപ പദ്ധതികളിൽ പണമിടുക, അതിൽ നിന്ന് റിട്ടേൺസ് കിട്ടുന്നതാണ് എന്ന് ഉറപ്പാക്കിക്കൊണ്ട്, അതിപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് ആയാലും ട്രേഡിംഗ് ആയാലും എന്തായാലും അതിൽ കൃത്യമായി നമ്മൾ അതേക്കുറിച്ച് പൂർണ്ണമായും പഠിച്ചതിന് ശേഷം മാത്രമേ ഇറങ്ങി പുറപ്പെടാവൂ. ആരെങ്കിലും പറയുന്നത് കേട്ട് അതിപ്പോൾ ആരായാലും പെട്ടെന്ന് കൊണ്ടുപോയി അങ്ങ് ഇട്ട് കൊടുക്കരുത്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയില്ലേ, അതങ്ങനെ കളയാൻ പാടുണ്ടോ?